ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം. യഥാർത്ഥത്തിൽ നാം ആരാണെന്ന സത്യം നമുക്കാർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ ഇന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ദേഹമാണെന്നാണല്ലോ നമ്മുടെ ധാരണ. എന്നാൽ പരമാർത്ഥത്തിൽ നാം ഇതല്ല. പിന്നെ നമ്മൾ ആരാണ് എന്ന് ഒരു കവിയുടെ ഭാഷയിൽ പറയുന്നതൊന്ന് കേട്ടു നോക്കുക. നമുക്ക് ആഹാപരമാർത്ഥമാണു ഞാൻ ചൊൽവതിങ് ആത്മയാഥാർത്ഥ്യം ഞാൻ എന്ന സത്യം. ആത്മൈക്യ ചിന്തയ്ക്കുതേകാത്ത ബുദ്ധി തന്നെ ആജന്മശത്രുവാ നിന്നു വ്യക്തം. ആഹാ, പരമമായിട്ടുള്ള അത്ഭുതത്തോടുകൂടി പറയുകയാണ്. ആഹാ പരമാർത്ഥമാണു ഞാൻ ചൊൽവതെന്ന ആത്മയാഥാർത്ഥ്യം ഞാൻ എന്ന സത്യം. ഞാൻ എന്നത് ഈ ദേഹമല്ല. ഞാൻ സത്യമായിട്ടും ആ പരമാത്മാവാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഈ ദേഹമാണ്. ഉണ്ടാവുകയും വളരുകയും തളരുകയും രോഗബാധിതമാവുകയും മരിക്കുകയും ചെയ്യുന്ന, ജീർണിക്കുകയും ചീഞ്ഞു നാറുകയും ചെയ്യുന്ന ഈ ദേഹമാണ് ഞാൻ എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. അതിനെ അത്ഭുതസ്തബ്ധമാക്കിക്കൊണ്ട് പറയുക, ആഹാ പരമാർത്ഥമാണു ഞാൻ ചൊൽവതിങ് ആത്മയാഥാർത്ഥ്യം ഞാൻ എന്ന സത്യം. ആത്മാവാണ്, പരമാത്മാവാണ് നാം ഓരോരുത്തരും. അതാണിവിടെ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആഹാ പരമാർത്ഥമാണു ഞാൻ ചൊൽവത് ഇങ് ആത്മയാഥാർത്ഥ്യം ഞാൻ എന്ന സത്യം. ആത്മൈക്യ ചിന്തയ്ക്കുതേകാത്ത ബുദ്ധിതൻ ആ ജന്മശത്രുവാ നിന്നു സത്യം. ആത്മൈക്യ ചിന്തയ്ക്കുതേകാത്ത ബുദ്ധി, നമ്മുടെ ഇന്നത്തെ ബുദ്ധി ദേഹമാണ് എന്നും ഞാൻ ദേഹമാണ് എന്നും ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ എനിക്ക് സുഖഭോഗങ്ങളാണ് എന്നും ധരിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ടല്ലേ സുഖത്തിനായി ലോകപദാർത്ഥങ്ങളെയെല്ലാം വാരിക്കൂട്ടുന്നത്. തൻ്റെ സുഖത്തിന് നിദാനമായിരിക്കുന്നത് ഈ പ്രപഞ്ച വസ്തുക്കളും ബന്ധങ്ങളും ബന്ധുക്കളും എല്ലാം ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നിട്ട് അവയെ സമ്പാദിക്കാൻ വേണ്ടി നാം ആജീവനാന്തം പാടുപെടുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മുടെ ബുദ്ധി കൂട്ടുനിൽക്കുന്നത്. ആ ആത്മാവുമായി ഐക്യം പ്രാപിക്കാൻ, തൻ്റെ യഥാർത്ഥ സ്വരൂപം അതാണെന്ന് ബോധിക്കാൻ ഉതകാത്ത ബുദ്ധിയാണെങ്കിൽ ആ ബുദ്ധി ആജന്മശത്രുവാണെന്നു നൂനം. നമ്മുടെ മരണം വരെയുള്ള പരമശത്രു നമ്മുടെ ബുദ്ധി തന്നെയാണ്. എങ്ങനെയായാൽ താൻ ഈ ദേഹമാണെന്ന ബോധം, ആത്മാവാണെന്ന ബോധത്തിന് കൂട്ടുനിൽക്കാത്ത, ആത്മാവാണ് എന്ന ബോധത്തിന് കൂട്ടുചേരാത്ത നമ്മുടെ ബുദ്ധി നമുക്ക് ശത്രുവിനെ പോലെ ദുഃഖത്തെ മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ. അതിനാൽ നാം വിചിന്തനം ചെയ്ത് നമ്മുടെ ബുദ്ധിയെ ആത്മൈക്യ ചിന്തയ്ക്ക് തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. ആത്മാവിനെക്കുറിച്ച് നിരന്തരം വിചാരം ചെയ്യാനാണ് നമ്മുടെ ബുദ്ധി മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത്. അങ്ങനെ ബുദ്ധിക്ക് വിധേയമായ ആ മനസ്സും ബുദ്ധിയും ചേർന്ന് ആത്മാവുമായി ഐക്യപ്പെടുമ്പോൾ ദേഹോഹബുദ്ധി നമ്മളിൽ കുറഞ്ഞു കുറഞ്ഞു വന്ന് നാം ആത്മോഹമാണെന്ന ബോധം നമ്മളിൽ രൂഢമൂലമായി വളരുന്നതാണ്. അപ്പോഴുണ്ടാകുന്ന സന്തോഷത്തിനും സംതൃപ്തിക്കും എത്രയാണ് അളവ് എന്ന് കണക്കാക്കാൻ പറ്റാത്തതാണ്. ഓരോ മനുഷ്യനും ഇത് സാധിക്കുന്നതാണ്. ഇതറിയാൻ വേണ്ടിയാണ് നാം എല്ലാവരും മർത്യദേഹമെടുത്ത് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ വെച്ച് ഇത് നമുക്ക് നേടാനും ഇതറിയാനും സാധിക്കും. ഇതറിയാൻ പറ്റുന്ന വിധത്തിൽ ആയി ഇരിക്കണം നമ്മുടെ ബുദ്ധി. ആത്മൈക്യ ചിന്തയ്ക്ക് നമ്മുടെ ബുദ്ധി ഉതകുന്നില്ലെങ്കിൽ
ആ ബുദ്ധി നമ്മുടെ ശത്രുവാണ്. ശത്രുവിൻ്റെ സ്വഭാവം എന്താ? ദുഃഖിപ്പിക്കലാണ്. അപ്പോൾ ആ ബുദ്ധി നമ്മെ ഓരോ വിഷയങ്ങളിലും സത്യബുദ്ധി ഉണ്ടാക്കുകയും അവയുടെ ലഭ്യതയ്ക്കായി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യിക്കുന്നു. എന്നിട്ട് ക്ലേശങ്ങളുടെ നടുവിലേക്ക് ഒരു ജീവനെ തള്ളിയിടുകയും ചെയ്യുന്നു. ഇങ്ങനെ മാത്രമല്ല, വാസനകളുടെ ബന്ധനത്തിൽ അകപ്പെടുത്തി ഒരിക്കലും മോചിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ കെട്ടിയിടുകയും ചെയ്യുന്നു. ഇതാണ് ആത്മൈക്യ ചിന്തയ്ക്കുതകാത്ത ബുദ്ധി ശത്രുവാണ് എന്ന് പറയാൻ കാരണമായിരിക്കുന്നത്. ആഹാ, പരമാർത്ഥമാണു ഞാൻ ചൊൽവതിൻ ആത്മയാഥാർത്ഥ്യം ഞാനെന്ന സത്യം. ആത്മൈക്യ ചിന്തയ്ക്കുതകാത്ത ബുദ്ധിതൻ ആ ജന്മശത്രുവാ നിന്നു വ്യക്തം. ഇതൊന്ന് ഈ സുഭാഷിത രത്നം, ഇത് അമൂല്യമായ ഒരു രത്നത്തിന് സമാനമാണ്. ഇതൊന്ന് കേട്ട് ഒന്ന് മനനം ചെയ്ത് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞ് ആണ്ടിറങ്ങി നോക്കൂ. അപ്പോഴുണ്ടാകുന്ന ആ അനുഭവം വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് നിരന്തരം ഇത്തരം സുഭാഷിതങ്ങൾ നമ്മൾ കേൾക്കുകയും ആ കേട്ടതിനെ നാം വീണ്ടും 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 അയവിറക്കി അത് നമ്മുടേതാക്കി തീർക്കുകയും അതുമായി നാം താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതെത്ര ഉരുവിട്ടാലും മതി വരുന്നതുമല്ല. അതുകൊണ്ട് നിരന്തരം വിചാരം ചെയ്തു നോക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധി ആജന്മ ശത്രുവല്ല, ആജന്മ മിത്രമായി ഭവിക്കുന്നതാണ്. ബുദ്ധിയെ നമ്മൾ മിത്രമാക്കി മാറ്റേണ്ടതാണ്. അതിന് നാം നിരന്തരം ബുദ്ധിക്ക് വേണ്ട കോച്ചിങ് കൊടുക്കണം. ജീവനാദ്യം സത്സംഗത്തിൽ കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ നാം പര്യാപ്തമായിരിക്കണം. അതിനുള്ള അറിവ് നേടണം. അതിന് ഇത്തരം സുഭാഷിത രത്നങ്ങൾ നാം കേൾക്കുകയും പറയുകയും അത് വീണ്ടും വീണ്ടും മയവിറക്കുകയും ആത്മവിചാരത്തിലൂടെ നമുക്ക് ആ ആത്മൈക്യം സാധിക്കുന്നതുമാണ്. പരമാർത്ഥമാണു ഞാൻ ചെയ്വത് ആത്മയാഥാർത്ഥ്യം ഞാനെന്ന സത്യം. ആത്മൈക്യ ചിന്തയ്ക്കുതകാത്ത ബുദ്ധിതൻ ആ ജന്മശത്രുവാണെന്നു വ്യക്തം.